15 വർഷം കൊണ്ട് വാടക തോർന്ന് കിടക്കുക മോനെ. വല്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ വന്നത്. ഇത് കൈവച്ചോ. സഹായിക്കാൻ സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരും ഇല്ല. അതൊന്ന് പണി തീർത്തൊന്ന് കയറി കിടന്നൊന്ന് മരിക്കണം മോനെ, ആ ആഗ്രഹം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ എസ് കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരു ഉമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ ഒരു വീട് എന്ന സ്വപ്നമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ പണി മുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഏകദേശം 2 വർഷക്കാലമായിട്ട് വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണ്. വീടൊക്കെ എന്ന് പറയുമ്പം കാട് പിടിച്ച് വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഉമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ആ ഉമ്മയുടെ വീട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പം ഞാനും കൂടെ നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. അപ്പം എല്ലാവരുടെയും ഒരു ആത്മാർത്ഥ സഹായം ഉണ്ടാകണം. അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഉമ്മയാണ്. ഈ ഉമ്മയെ കുറിച്ചിട്ട് ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് ഞാനിവിടെ എത്തുന്നത്. ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഈ വീട്ടിൽ ഒന്ന് കയറാം. ഈ ഒരു വീടിൻ്റെ പണിയൊക്കെ എന്ന് പറയുമ്പം മുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഉമ്മ വീടെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ വന്നത്. ഇത് കൈവച്ചോ. അപ്പോൾ ഈ ഉമ്മയുടെ കാര്യം എന്ന് പറയുമ്പം ഉമ്മ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ പണി ആരംഭിച്ചത്. ഈ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കൊടുത്ത ക്യാഷിനും പിന്നെ പഞ്ചായത്ത്